സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുകയാണ്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് നിലവിലുണ്ട്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ മുതൽ മഴയുടെ തീവ്രത കുറഞ്ഞു. ഡോക്ടർ ജി ഇന്ന് റെഡ് അലേർട്ടാണ്. ഡ്യൂട്ടി PG മാത്രമേ ഉള്ളൂ. ആളാണ് നല്ല ചൊറിയ. നീയാണോ പുതിയ ഹൗസ്? അതെ സർ. എന്തോ പേഷ്യനെ കണ്ടോ? ഇല്ല സർ. സ്റ്റെത്ത് എവിടെ? നിന്റെ സ്റ്റെത്തും ഇല്ല, തേങ്ങയില്ല, വാർഡിലേക്ക് വെറുതെ വന്നിരിക്കുക. പ്രീ റൗണ്ട്സ് എടുത്തോ? ഇല്ല സർ, സമയം കിട്ടി. നിനക്ക് പിന്നെ എന്തായിരുന്നു ഇവിടെ പണി? ഹലോ. Hello. Hello. Nandu, I think we should stop this. നിനക്കൊന്നും പറയാനില്ലേ? ഇല്ല. ഇതാണ് നിന്റെ പ്രശ്നം. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. I'll be joining internship only after a year. I need to go. To be a good doctor, you have to be a good human. I don't think you can. വെച്ചിട്ട് പോയി. ഇവിടെ ഭയങ്കര മഴ, അടുത്തിവിടെ ഉരുൾപൊട്ടി എന്നൊക്കെ കേട്ടു. ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്താ നീ ഓക്കെ ആണോ? നീ ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ? നീ ഒന്ന് പോയി ഫ്രഷ് ആയിട്ടോ, മുഖമൊക്കെ കഴിട്ടോ, ചെല്ല.
ആ സാർ. ഹലോ ഡോക്ടേഴ്സ്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് ഇന്റേൺഷിപ്പാണ്. എന്നിട്ടും നിങ്ങളെ ഇവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ മഴ പെയ്യുന്നു. അതുകൊണ്ട് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് വെള്ളത്തിലാണ്. നമുക്ക് എമർജൻസി ആയിട്ട് അവിടുന്ന് ആൾക്കാരെ മൊത്തം ഷിഫ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ നമുക്കിതിന് മുമ്പോട്ട് ഇറങ്ങി നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ചെയ്യുവാനും സ്റ്റാഫുകളുടെ ഷോർട്ടേജ് നല്ല രീതിയിലുണ്ട്. നിങ്ങളാണ് ഇനി തൊട്ട് ഇവിടുത്തെ ഡോക്ടേഴ്സ്, നേഴ്സസ്, ഫാർമസിസ്റ്റ് എല്ലാം. സോ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത്. നിങ്ങൾക്കൊരു നോ പറയാൻ പറ്റുന്ന സാഹചര്യമല്ലെന്നറിയാം. പക്ഷെ നിങ്ങളുടെ ഒരു യെസ്, ആ ഒരു യെസ് നാളത്തെ ഒരു ചരിത്രമാകും. ഒരുപാട് പേർക്ക് യെസ് പറയാൻ ധൈര്യം പകരുന്ന ചരിത്രം. സോ ഈ മൊത്തം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ എനിക്ക് 2 വോളണ്ടിയേഴ്സിന്റെ ആവശ്യമുണ്ട്. 1 ഫ്രം PG സൈഡ് ആൻഡ് 1 ഫ്രം ഇന്റേൺ സൈഡ്. സോ ആരെങ്കിലും മുന്നോട്ട് വരണമെന്ന് ഞാൻ പറയുന്നു. നമുക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യണം. എടാ, നമുക്ക് കുറച്ച് പെൻഡിങ് കേസുകളുണ്ട്, നോക്കിയേക്കണേ. ഓക്കെ, വി ക്യാൻ ഗോ. വാ വാ. എടാ, ഫസ്റ്റ് വി ഹാവ് ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ആൻഡ് ബൈസ്റ്റാൻഡേഴ്സ് ഫ്രം ദ ഗ്രൗണ്ട് ഫ്ലോർ ടു സെക്കൻഡ് ഫ്ലോർ. ലിഫ്റ്റ് ഒന്നും വർക്കിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ട് പേഷ്യൻസിനെ റാമ്പ് വഴിയും ബൈസ്റ്റാൻഡേഴ്സിനെ സ്റ്റെപ്പ് വഴിയും ക്ലിയർ ചെയ്യണം. 50 ഹൗസ് സർജൻസ് ഉണ്ട്. സോ ഈച്ച് ഹൗസ് സർജൻ ഷുഡ് ഷിഫ്റ്റ് 4 പേഷ്യൻസ് ഇൻ 1 hour. ഓക്കെ, പെട്ടെന്നാവട്ടെ. തീർത്ത Starting operations. Hey. Pulse ഉണ്ട്. Pulse okay. ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. ഡോക്ടറെ, ഡോക്ടറെ. ഒന്നുമില്ല, നമുക്ക് നോക്കാം. പേടിക്കണ്ട. കൂടുതലാ. എന്തേ? എടാ പുഷ് ചെയ്തേ. എടാ പുഷ്. എടാ പറഞ്ഞു. സർ, വാർഡിലുള്ള ഒരു പേഷ്യന്റിന് ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തു. എന്താ ചെയ്യാ? എടാ, ഡ്യൂട്ടി എമ്മോ കേസിലാണല്ലോ. ആരും അവൈലബിൾ അല്ല. നമ്മളിപ്പോൾ എന്താ ചെയ്യാ? ഇവിടെയുള്ള ഡോക്ടേഴ്സിനെ വിളിച്ചിട്ടാണെങ്കിൽ അവരാരും ഇവിടെ ഇല്ല. ആരും കിട്ടുന്നില്ല. എല്ലാവരും ഔട്ട് ഓഫ് കവറേജ് ആണെന്ന് തോന്നുന്നത്. ഇപ്പൊ എന്ത് ചെയ്യും? വാട്ട് ടു ഡു? ആരാ അറ്റൻഡ് ചെയ്യാത്? എടാ പുഷ് ചെയ്തേ. We are gonna do this. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഡോസ് കൊടുക്കാം. നല്ലോണം പുഷ് ചെയ്യ്. കരയാതെ. നല്ലോണം പുഷ് ചെയ്യ്. നല്ലോണം പുഷ് ചെയ്യ്. കരയാതെ. നല്ലോണം പുഷ് ചെയ്യ്. പുഷ് ചെയ്യ്. എന്തൊക്കെ ചെയ്യണം? എടാ ടാക്കി അടിക്കുന്നു തോന്നുന്നു. എടാ ബ്ലീഡിങ് ഉണ്ടോ? PPH ആയിരിക്കുമോ? ഫസ്റ്റ് ഡോസ് കൊടുത്തേക്കാന്നാ. എങ്കിൽ പിന്നെ സാറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഒന്നുകൂടെ ട്രൈ ചെയ്തോ. വേഗാക്ക്. ഹലോ സർ. എടാ, അവിടുത്തെ സിറ്റുവേഷൻ എന്താ? ഇവിടെ മൊത്തം
സാർ ഒരു കേസ് ഉണ്ടായിരുന്നു സാർ. ഒരു എൽഡർലി പ്രൈമി ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞു. മെയിൽ ബേബിയാണ്. നല്ല ബ്ലീഡിംഗ് ഉണ്ട് സാർ. സാർ കൺട്രാക്റ്റഡ് അല്ല സാർ. ഫസ്റ്റ് ഡോസ് മെതർജിൻ കൊടുത്തിട്ടുണ്ട് സാർ. ഹലോ ഇവിടെ ഇല്ലല്ലോ. എടാ ഇവിടെ ഇല്ല. ലേബർ റൂമിൽ കാണും. അവിടെ പോയി എടുക്കണം. ഹലോ ഹലോ എടാ പേഷ്യൻറ്റ് PPH അടിച്ചു. ബ്ലീഡിങ് നിൽക്കുന്നില്ല. ആ ലേബർ റൂമിൻ്റെ സ്റ്റോറേജ് പ്രോസ്റ്റോഡിൻ അവൈലബിൾ ആണ്. എങ്ങനെയും ആരെയും 20 മിനിറ്റിനുള്ളിൽ ഇതൊന്ന് എത്തിക്കണം ഇവിടെ. പെട്ടെന്ന് അത്യാവശ്യം. എടാ ലേബർ റൂമിൽ എങ്ങനെ എത്തുന്നേ? ഇവിടെ കറണ്ടും ഇല്ല, ഫുൾ വെള്ളമാണ്. മൊത്തം വെള്ളത്തിലായിരിക്കും. പക്ഷെ ആ സ്റ്റോറേജ് ഏരിയയുടെ അവിടെ കുറച്ച് ഹൈറ്റ് ഉണ്ട്. 20 മിനിറ്റിനുള്ളിൽ മെഡിസിൻ അവിടെ എത്തും. Save me before I'm gone forever. ഹലോ ചേട്ടാ, മരുന്ന് എവിടാ? കേൾക്കുന്നില്ലല്ലോ. കാണുന്നില്ലല്ലോ. കിട്ടി 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 കിട്ടി. ആ ഹലോ ഹലോ എന്തൊക്കെ അവിടെ കിട്ടിയോ? കിട്ടിയോ? ആ വേമ്പ വേമ്പ വേമ്പ. To be a good doctor, you have to be a good human. I don't think you can. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങളെ തന്നെ മറന്നു. ഒരുപാട് ജീവിതങ്ങൾക്ക് വേണ്ടി, മറ്റാരുടെയോ സന്തോഷങ്ങൾക്ക് വേണ്ടി, മറ്റൊരു കുഞ്ഞി കാൽവെപ്പിന് വേണ്ടി, അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരിയേക്കാൾ മഹത്തായതൊന്നും ഈ ഭൂമിയിലില്ല. ഇതുതന്നെയാണ് ഓരോ ആരോഗ്യ പ്രവർത്തകർക്കും തൻ്റെ ജീവനും ജീവിതവും മാറ്റിവെച്ച് മുൻപോട്ട് സഞ്ചരിക്കാനുള്ള ഊർജ്ജം.